കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നേരത്തെ കണ്ടപ്പോൾ ചോദിക്കാൻ വിട്ടുപോയി. സാൻഡ്ര എന്താ രാവിലെ? അല്ല, എന്തെങ്കിലും ഒഫീഷ്യൽ കാര്യത്തിന് വന്നാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. അല്ല സർ, ഞാൻ അമ്മയൊന്ന് കാണാനായിട്ട്. സാൻഡ്രയ്ക്ക് എന്തോ കുറച്ച് സംശയങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ടെന്ന് രാജാറാം പറഞ്ഞു. കുറച്ചു മുമ്പ് അമ്മയും ചോദിക്കുന്നത് കേട്ടു. എന്താ സാൻഡ്രയുടെ സംശയം? സാൻഡ്രയുടെ സംശയങ്ങളെല്ലാം എനിക്ക് ചിലപ്പോൾ മാറ്റിത്തരാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ആ സംശയം എൻ്റെ ഭാര്യയെക്കുറിച്ചാവുമ്പോൾ എക്സ്പ്ലനേഷൻ തരേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ശ്രീലക്ഷ്മിയെക്കുറിച്ച് സാൻഡ്രയുടെ മനസ്സിൽ എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ സാൻഡ്ര വേറെ ആരോടും ചോദിക്കണ്ട, എന്നോട് തന്നെ ചോദിച്ചാൽ മതി. ഇപ്പോ താൻ അകത്ത് കണ്ട ശ്രീലക്ഷ്മിയിൽ തനിക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സാൻഡ്ര കണ്ടതിനപ്പുറം ഞാനിനി എന്ത് പറഞ്ഞു തരണമെന്നും കൂടി സാൻഡ്ര പറയണം. സർ പറഞ്ഞതൊക്കെ ശരിയാ. എനിക്ക് ചില സംശയങ്ങളുണ്ടായി. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ അതേ സംശയം പറഞ്ഞപ്പോ എന്റെ സംശയം ഒന്നുകൂടി ഉറച്ചു. പക്ഷേ സുദർശൻ അങ്കിളിനെ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു കൺവിൻസ് ചെയ്തു. പക്ഷേ അത് എത്രത്തോളം വർക്ക്ഔട്ടായി എന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഇപ്പോ സാൻഡ്ര കണ്ടതല്ലേ ശ്രീലക്ഷ്മി? രാജാറാമിനോട് പറഞ്ഞ ആ 60% വിശ്വാസം ഒന്നുകൂടി അളക്കേണ്ട സമയമായില്ലേ സാൻഡ്രയ്ക്ക്? സർ, സത്യം പറഞ്ഞ തിരിച്ചു വന്ന ശ്രീലക്ഷ്മി മാഡം ഇപ്പൊ കണ്ടതുപോലെ ഒരാളായിരുന്നെങ്കിൽ ഇവിടെ ആർക്കും ഒരു സംശയമില്ലായിരുന്നു. ഇതിപ്പോ പടിപടിയായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് ഒരു സംശയം തോന്നിയെന്നേ ഉള്ളൂ. സാറ് പറയുന്നത് തന്നെയാണ് അവസാനത്തെ വാക്ക്. സാറിന്റെ ഭാര്യ ശ്രീലക്ഷ്മി ഇത് തന്നെയാണ് എന്ന് തറപ്പിച്ച് പറഞ്ഞ അതിൽ വേറെ ആർക്കും ഒന്നും പറയാനില്ല. പിന്നെ ഇന്ന് സുദർശനങ്ങളിലുണ്ടായ സംശയം നാളെ പലരിലേക്കും വ്യാപിക്കും. പ്രത്യേകിച്ചും എനിക്ക് പേടി ഗായത്രി അമ്മയും സരോജ ആന്റിയുവാ. പിന്നെ എന്റെ കാര്യം സാറി പറഞ്ഞതുപോലെ എല്ലാത്തിനും സാക്ഷിയായ സ്ഥിതിക്ക് 60% എന്നുള്ളത് 90% ആയിട്ടുണ്ട്. ബാക്കിയുള്ള 10 അത് ഈ സാൻഡ്രയുടെ മാത്രം സംശയമായിട്ട് നിലനിൽക്കട്ടെ. ശരി സാർ. മതി ഏട്ടത്തി, മതിയായിട്ടാ, മതി ഏട്ടത്തി. വേണ്ട ഏട്ടത്തിയമ്മേ, സത്യമായിട്ടും ഏട്ടത്തിയമ്മേ, ഇനി വേണ്ട. വയറ് നിറഞ്ഞു. അതൊന്നും പറ്റില്ല. ഇത് മുഴുവൻ കഴിച്ചിട്ട് വേണം മരുന്ന് കഴിക്കാൻ. ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ, നല്ലവണ്ണം ആഹാരം കഴിച്ചിട്ടേ മരുന്നും ഗുളികയും കഴിക്കാവൂന്ന്. കഴിക്ക്. കഴിക്ക്. എന്താ ഇങ്ങനെ നോക്കുന്നേ? താങ്ക്സ് ഏട്ടത്തിയമ്മേ. താങ്ക്സ് എന്തിന്? അല്ല, നന്ദിനി അമ്മയും ഇതുപോലെയായിരുന്നു. താങ്ക്സ് ലോട്ട്. ഗായത്രി അമ്മയോട് താങ്ക്സ് പറയോ?
അതുപോലെ തന്നെ ഞാനും. രഘു ഇപ്പൊ വിളിച്ചതിലും ഒരമ്മയുണ്ട്, ചേട്ടത്തെ അമ്മ. പറഞ്ഞു വരുമ്പോ 2 സ്ഥാനാ എനിക്ക് രഘു തരുന്നത്, ചേട്ടത്തെയും അമ്മയും. അതുകൊണ്ട് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലായോ? വാ കഴുകി വരുമ്പോഴേക്കും ഞാൻ ഗുളി എടുത്തോണ്ട് വരാം. ആ. വാമനെ. അത് കണ്ടിട്ട് മോൻ എന്തു തോന്നുന്നു? അങ്ങനെ ചോദിച്ച അമ്മക്കിളി തന്റെ കുഞ്ഞിനെ ചിറകിനുള്ളിൽ സംരക്ഷിക്കുന്ന പോലെ തോന്നി. രഘുവിനെ ശ്രീലക്ഷ്മി നന്നായിട്ട് കയറിയുണ്ട്. അത് സത്യം. പക്ഷേ അത് മാത്രമല്ല രവി, ഇപ്പോഴാ ഇതൊരു വീടായത്. ശ്രീലക്ഷ്മി ഇല്ലാതിരുന്ന സമയത്ത് ഇതൊരു കെട്ടിടം മാത്രം. മനസ്സിന് ഇഷ്ടപ്പെട്ട, നമ്മളെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന, നമ്മളെ വിശ്വസിക്കുന്ന ഒരു പങ്കാളിയെ കിട്ടുക എന്നുള്ളതാ ഏറ്റവും വലിയ ഈശ്വരാധീനം. ആ ഈശ്വരാധീനം ആവോളം നിനക്ക് കിട്ടിയിട്ടുണ്ട് രവി. ശ്രീലക്ഷ്മി നിന്റെ ഭാര്യയാണെങ്കിലും അവള് ഈ കുടുംബത്തിന്റെ സ്വത്താ, ഒരിക്കലും വിലമതിക്കാനാവാത്ത സ്വത്ത്. ബിസിനസ്സിൽ പണം മുടക്കി ഇരട്ടി ഉണ്ടാക്കുന്ന സ്വത്ത് പോലെയല്ല. ഒരു ചെലവും ഇല്ലാതെ സ്നേഹം മാത്രം കൊടുത്ത് വിശ്വാസത്തെ മുന്നിൽ നിർത്തി നീ നേടിയ ഈ സ്വത്തിനോളം വരില്ല മറ്റൊന്നും. ഒരമ്മ എന്ന നിലയിൽ ഒരുപാട് നന്ദിയുണ്ട് എനിക്കെന്റെ മോനോട്. ഇതുപോലൊരു മോളെ കണ്ടെത്തി ഒരു മകളായി എന്റെ കയ്യിലേക്ക് വെച്ച് തന്നതിന്. ഇനി ഒരു കുഴപ്പം ഉണ്ടാവില്ല നിങ്ങളുടെ ജീവിതത്തിൽ, അതും ഈ അമ്മയ്ക്ക് ഉറപ്പാണ്. നാളത്തേക്കുള്ളതെല്ലാം ആയില്ലോ അല്ലേ? ആ, എല്ലാം ഏറെക്കുറെ ആയി. ഇനി മോളെയും സാറിനെയും ഗായത്രിയമ്മയും എല്ലാവരെയും വിളിച്ച് ഒരു ഉഗ്ര സദ്യ ഉണ്ടാക്കി കൊടുക്കണം. സാധാരണ എപ്പോഴും ഗണേശോത്സവം പൂജ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എപ്പോഴും അങ്ങോട്ടല്ലേ പോകുന്നത്. ഇപ്രാവശ്യം എല്ലാവരും ഇങ്ങോട്ട് ക്ഷണിക്കണം. നിങ്ങളെന്താ ഇങ്ങനെ കടന്നൽ ഊത്തിയ പോലെ നിൽക്കുന്നത്? ഞാൻ ഈ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? കേട്ടു. പിന്നെന്താ മുഖത്ത് സന്തോഷമൊന്നും കാണാത്തതെന്നാ ഞാൻ ചോദിച്ചത്. ഇതിലിപ്പോ സന്തോഷിക്കാൻ എന്താ?
ഉം. ഗണേശോത്സവമായിട്ട് രവി സാറും മോളും കുടുംബവും ഇങ്ങോട്ട് വരുന്നു. അത്രയല്ലേ ഉള്ളൂ. അതെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ എന്താണെന്ന്. ആ കലങ്ങ് വാങ്ങി വെക്കാൻ ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞു കഴിഞ്ഞു. എന്റെ മനസ്സിലൊന്നുമില്ല സരോജം. ചില വിഷമഘട്ടങ്ങൾ നമ്മളായിട്ട് തന്നെ വിളിച്ചു വരുത്തേണ്ടതുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഉം. ഇപ്പൊ നമ്മുടെ മോളും സാറും അവിടെ സന്തോഷമായി ജീവിക്കുന്നെന്ന് തോന്നലിൽ നമുക്കിവിടെ സന്തോഷമായിട്ട് കഴിയാം. വെറുതെ പിന്നെ ഓരോന്ന് കണ്ടും കേട്ടും വിഷമിക്കുന്നത് എന്തിനാ? നിങ്ങളുടെ മനസ്സിൽ നിങ്ങളായിട്ട് തന്നെ കുറെ കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിൽ നിന്ന് ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കി കാണുന്നത്. അത് മാറ്റിയാൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഒന്നാമതേ, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം ആരോടും പറയാൻ പറ്റുന്ന ഒന്നല്ല. ഞാൻ എന്തായാലും അത് പറഞ്ഞു മാറ്റാനും ശ്രമിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാം അനുഭവത്തിൽ നിന്ന് ബോധ്യമായാലല്ലേ പഠിക്കൂ. അതുകൊണ്ട് ഇതും അനുഭവത്തിൽ നിന്ന് അങ്ങ് പഠിച്ചാ മതി. അതുവരെ സാന്ദ്ര മാഡത്തിനെ വിളിച്ചു ചോദിച്ചതുപോലെ മറ്റുള്ളവരോടും പറഞ്ഞ് സ്വയം നാണം കെടാൻ നിൽക്കരുത്. മാത്രമല്ല, ഇല്ലാത്ത തെറ്റിദ്ധാരണകൾ മറ്റുള്ളവരുടെ മനസ്സിൽ കൂടെ കൊടുക്കരുത്. പറഞ്ഞേക്കാം. അപേക്ഷയാണ്. മോള് രാവിലെ ഇത് എങ്ങോട്ട് പോയി? അമ്പലത്തിലേക്കൊന്ന് പോയതാമേ. എന്റെ ഭർത്താവിനും അമ്മയ്ക്കും എല്ലാവർക്കും വേണ്ടി മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചു. പറഞ്ഞു വരുമ്പോ 2 സ്ഥാനം എനിക്ക് രഘു തരുന്നത്, ചേട്ടത്തിയും അമ്മയും. സർ, സാറിന് ഓഫീസിൽ പോകാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലേ? ഇപ്പൊ തന്നെ നേരെ ഒരുപാടായി. സാറ് വേഗം കുളിച്ചിട്ട് വാ. അപ്പോഴേക്കും ഞാൻ ഈ ഫയൽസ് ഒക്കെ ഒന്ന് നോക്കട്ടെ. എത്ര ദിവസമായി ഇതൊക്കെ ഇവിടെ ഇരിക്കുന്നു? സംസാരവും പെരുമാറ്റവും ശ്രീലക്ഷ്മിയെ പോലാണല്ലോ. കൺമണി, കൺമണി. കൺമണിയോ? സാർ ആരെയായി വിളിക്കുന്നേ? നിന്നെ തന്നെ കൺമണി. കൺമണി ആരാ സർ? എന്നെ എന്തിനാ വേറെ പേര് പറഞ്ഞു വിളിക്കുന്നേ? ശ്രീലക്ഷ്മി എന്ന പേര് വിളിച്ച് വിളിച്ച് സാറ് മടുത്തോ? ആരാ സർ കൺമണി? ഓഫീസിൽ കൊണ്ടുപോകേണ്ട ഫയലൊക്കെ എന്താ സർ ആലോചിക്കുന്നേ? മനസ്സിലായി സർ എന്താ ആലോചിക്കുന്നെന്ന്. സംശയമൊന്നും വേണ്ട സർ, ഞാൻ ശ്രീലക്ഷ്മി തന്നെയാ. മിസ്സസ് ശ്രീലക്ഷ്മി രവിചന്ദ്രവർമ്മൻ. ശ്രീലക്ഷ്മി? അതെ സർ. പക്ഷേ ഞാൻ ശ്രീലക്ഷ്മിയായി മാറാത്തതല്ലേ എല്ലാ പ്രശ്നത്തിനും കാരണം. ഇന്നലെ എന്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലായി. ഇന്നു മുതൽ ഞാൻ എന്റെ കർത്തവ്യങ്ങൾ ചെയ്തു തുടങ്ങുക. ശ്രീലക്ഷ്മി നഷ്ടപ്പെട്ടതിന് ശേഷം വീട്ടുകാർക്കെല്ലാം വേണ്ടി എന്നെ സാറ് ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നു.
ആവശ്യങ്ങളല്ലാതെ വേറൊന്നും മുന്നിലില്ലാത്ത എനിക്ക് അതിന്റെ വില വേണ്ട പോലെ മനസ്സിലായില്ല. ഞാനിവിടെ വന്നത് എന്തിനാണെന്നും ആരുടെ സ്ഥാനത്തേക്കാണ് വന്നതെന്നും പല അവസരത്തിലും ഞാൻ മറന്ന് എന്തൊക്കെയോ ചെയ്തു. പക്ഷേ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പലതും. വീട്ടിലും നാട്ടിലും ഓഫീസിലും എല്ലാം പല ആവർത്തി പിടിക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടും അവിടൊക്കെ സാറും രാജാറാം സാറും ചേർന്ന് എന്നെ രക്ഷപ്പെടുത്തി. ഒന്ന് ശ്രദ്ധിച്ച മാറാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് ഇപ്പൊ ഞാൻ തിരിച്ചറിയുന്നു. കുറെ ആളുകള് കൺമണി എന്ന ഞാൻ ശ്രീലക്ഷ്മിയാണെന്ന് വിശ്വസിച്ചപ്പോ അതൊക്കെ എന്റെ അച്ഛനും അമ്മയും അമ്മായിയമ്മയും അനിയനും അനിയത്തിയാണെന്ന് വിശ്വസിക്കാൻ ഞാൻ കുറച്ച് പ്രയാസപ്പെട്ടു. ഇതിലെല്ലാം ഉപരി ഞാൻ മനസ്സിലാക്കിയ വലിയൊരു പാഠമുണ്ട്. രവിചന്ദ്രവർമ്മൻ എന്ന വ്യക്തിയുടെ സ്നേഹം. നീലാസ്ഥിയിലെ കൺമണിയെ എന്തുദ്ദേശത്തിലാണോ കൊണ്ടുവന്നത് ആ ഉദ്ദേശം നടക്കില്ല എന്ന് പലതവണ തിരിച്ചറിഞ്ഞിട്ടും കൈവിട്ട് കളയാതെ നോവിക്കുന്ന ഒരു വാക്ക് പറയാതെ എന്നെ ചേർത്ത് നിർത്തിയതിന് ഒരർത്ഥമേ ഉള്ളൂ. തന്റെ ഭാര്യയോടുള്ള അടങ്ങാത്ത സ്നേഹം. സാർ ഇന്നലെ രാത്രി എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു. സാറ് പറഞ്ഞാൽ എന്നായാലും പോകേണ്ടവള് തന്നെയാണെന്ന ബോധ്യം എനിക്കുണ്ട്. കുറച്ചു ദിവസത്തേക്ക് പണത്തിന് വേണ്ടി അഭിനയിക്കാൻ വന്നവൾക്ക് എന്ത് സെന്റിമെന്റ്സ്. വന്ന ജോലി എന്നെ കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റാതിരുന്നിട്ടും ചേച്ചിയുടെ കണ്ണിന്റെ ഓപ്പറേഷനും ഇനി അങ്ങോട്ട് ഞങ്ങൾക്ക് ജീവിക്കാനുള്ളതും തന്നിട്ടാ സാറ് പോവാൻ പറഞ്ഞത്. അങ്ങനെയുള്ളൊരു മനുഷ്യനോട് ഞാൻ എന്തെങ്കിലും ഒരു നന്ദി തിരികെ കാണിക്കണ്ടേ സർ? ഞാൻ കാരണം ഉള്ള നേറി നിസ്സഹായ അവസ്ഥയിലുള്ള സാറിന്റെ ഇന്നലെ രാത്രിയുള്ള സംസാരം കൺമണിയെ മാറ്റി എന്ന് വേണം പറയാൻ. എത്ര ഒളിച്ചു വെച്ചാലും അവരവരുടെ സ്വഭാവം ഒരിക്കലും മാറാൻ സാധ്യതയില്ലെന്ന് ഇന്നലെ സാർ പറഞ്ഞു. അങ്ങനൊരു വിശ്വാസം സാറിനുണ്ടെങ്കിൽ ഇന്നു മുതൽ അത് വെട്ടിമാറ്റി എഴുതാൻ പോവാ ഈ ശ്രീലക്ഷ്മി. ആ ഒരൊറ്റ വിശ്വാസത്തിൽ നിന്നാ ഞാൻ ഈ വീട്ടിലേക്ക് വീണ്ടും വന്നത്. ഇനി എത്ര നാളാണ് ഞാൻ ഈ വീട്ടിൽ അവശേഷിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഉള്ള നാളെത്രയും ഞാൻ സാറിന്റെ ശ്രീലക്ഷ്മി തന്നെയായിരിക്കും. എന്റെ പ്രവൃത്തിയിലോ സംസാരത്തിലോ ഏതെങ്കിലും ഒരു നിമിഷം ആർക്കെങ്കിലും ഒരാൾക്ക്, അതിപ്പോ സാറിനായാലും ശരി, ഞാൻ ശ്രീലക്ഷ്മി അല്ല എന്ന് തോന്നിയാൽ സാറ് പറയാതെ തന്നെ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവും. വാങ്ങുന്ന കാശിനോടുള്ള കൂറ്, ചെയ്ത തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തം, എങ്ങനെ വേണമെങ്കിലും സാറിനതിനെ വ്യാഖ്യാനിച്ചെടുക്കാം. പക്ഷേ എനിക്കതിനെ ഒറ്റ പേരിൽ വിളിക്കാനാ ഇഷ്ടം. രവിവർമ്മൻ എന്നയാൾക്ക് തന്റെ ഭാര്യ ശ്രീലക്ഷ്മിയോടുള്ള സ്നേഹം മനസ്സിലാക്കിയിട്ടുള്ള അത്ഭുതം. ഇനിയും ധാരാളം അതിരുകൾ ഭേദിക്കാനുള്ളതാ രവിയുടെയും ശ്രീയുടെയും പ്രണയം. ഇനി ഈ വീട്ടിൽ രവിയും കൺമണിയില്ല, രവിയും ശ്രീലക്ഷ്മിയും മാത്രമേ ഉള്ളൂ. ശ്രീലക്ഷ്മി കൂടെ ഉണ്ടായിരുന്നപ്പോ ഈ രൂപം അല്ല സാറിന്. എന്നാ സാർ ഇനി ആ രൂപത്തിൽ